പ്രശാന്ത് സാർ, ഇറാനിൽ മുഹമ്മദ് അലി രാജായിക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായി അധികാരത്തിലെത്തിയ വ്യക്തിയാണ് ഈ അലി ഖമേനി. ഇടയ്ക്ക് നമ്മൾ ശബ്ദം മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. ഒരു 2022 മുതൽ പൊതുവേദികൾ വിട്ടതാണ്. ശേഷം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുൻപ് ഖമേനിയെ പൂർണ്ണമായും കാണാനില്ല. സത്യത്തിൽ ഖമേനി എവിടെയാണ്? ഇന്ത്യയിൽ ഉണ്ട് ഖമേനി എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഖമേനി ഇന്ത്യയിലാണോ റഷ്യയിലാണോ അതോ ലോകത്തുണ്ടോ? ഈ ഖമേനിയെ തിരക്കുന്നവരെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖമേനി എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ട്രംപ് പറയുന്നു ഖമേനി ഇരിക്കുന്നത് നമുക്കറിയാം. നെതന്യാഹു ഒന്നും പറഞ്ഞിട്ടില്ല ഖമേനിയെ മാറ്റിയിട്ടുള്ള ഇറാനെ തിരിച്ചെത്തിക്കും. കാരണം ഇറാനോടല്ല ശത്രുത, ഖമേനിയോടാണ്. അപ്പൊ മനസ്സിലായല്ലേ, ഖമേനിയെ മാറ്റുക, അവരുടെ ഭരണ സംവിധാനം മാറ്റുക, ഇറാൻ വേറെ ഒരു ഭരണ സംവിധാനത്തിൽ കൊണ്ടു, അതവിടെ നിൽക്കട്ടെ. ഖമേനിയെ തിരക്കുന്നു, ലോകം ഖമേനിയെ തിരക്കുന്നു. കാരണം ലോകത്തിപ്പോ ഏറ്റവും ചർച്ചയായിട്ടിരിക്കുന്ന ഒരാളാണല്ലോ ഖമേനി. അപ്പം ഇത് ഇസ്ലാമിക് വിപ്ലവം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ഇറാനിൽ ഉണ്ടാക്കിയ 78-ന് ശേഷം വന്നതാണ്. തിരക്കി വന്നപ്പോൾ ഇന്ത്യയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഖമേനി ഇന്ത്യക്കാരനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവികർ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഈ ഈ ഇദ്ദേഹത്തിന്റെ പൂർവികൻ ഇന്ത്യക്കാരനായിരുന്നു, യു.പി.കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഒരു സയ്യിദ് അഹമ്മദ് മുസാഫി ഹിന്ദി എന്നാണ്. അദ്ദേഹം ബദാബജി ജില്ലയിലെ ചിന്തൂർ ഗ്രാമത്തിൽ, യു.പിയിൽ, അവിടെ നിന്നുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം മതപഠനത്തിന് വേണ്ടി ഇറാനിൽ പോയതാണ്. അതിനുശേഷം അവിടെ കുടിയേറിയതാണ്. അപ്പം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് ഈ പറയുന്ന ഖമേനി. ഇദ്ദേഹമാണ് 79-ൽ ആണ് പൂർണ്ണമായിട്ടും ഇവർ അവിടെ വിപ്ലവത്തിലൂടെ ഭരണം സ്ഥാപിക്കുന്നത്. അതിനു മുമ്പേ അതിനുള്ള മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹം മരിക്കുന്നിടം വരെ ഈ പറയുന്ന മനുഷ്യൻ, ഖമേനിയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ആ മനുഷ്യൻ, ഹിന്ദി എന്നുള്ള പേര് മാറ്റിയിരുന്നില്ല. അപ്പൊ അതിന് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, എനിക്ക് ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധം ഒരിക്കലും മാനസികമായിട്ട് അല്ലെങ്കിൽ വിടാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പേരങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതി. ഇദ്ദേഹം അവിടുന്ന് മതപഠനത്തിൽ പോയതാണ്, അതിനുശേഷം കുടിയേറിയതാണ്. അപ്പം ലോകം മൊത്തം തിരഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഒരുപക്ഷെ ഇസ്രായേലിന്റെ തലവേദനയായിട്ട് ഇറാനെ സൃഷ്ടിച്ച മനുഷ്യൻ, അമേരിക്കയ്ക്ക് ത്രട്ടായിട്ടിരിക്കുന്നു, ലോകം മൊത്തം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാക്കുന്നു, ലോകം മൊത്തം പ്രോക്സിയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള 86 വയസ്സുള്ള ഈ പറയുന്ന ഖമേനി എന്ന് പറയുന്ന ആളിന്റെ പൂർവികൻ ഇന്ത്യക്കാരൻ, പ്രത്യേകിച്ച് യു.പി.കാരൻ. അപ്പൊ തിരയുന്ന ഇന്ത്യക്കാർക്ക് ഇതൊരു കൗതുകമുള്ള കേട് തന്നെയായിരിക്കും. ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇറാനകത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ ഇറാനിന്റെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന് ഇപ്പൊ ഓരോ അസ്തിത്വം ഉണ്ടല്ലോ, ഇറാൻകാരുണ്ട്, ആ രാജ്യത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമൊക്കെ ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുടിയേറിയ പാരമ്പര്യമാണ്. അപ്പം ആ രാജ്യത്തിന്റെ ജനതയ്ക്ക് ആ രാജ്യത്തിന്റെ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് പരമ്പരാഗതമായി അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജകുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണ സംവിധാനത്തെ, അല്ലെങ്കിൽ ആ സംവിധാനത്തെ അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ ഭരണത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മതം കുത്തിക്കയറ്റി മതപഠനം നല്ലതല്ലാത്ത രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഒരു ന്യൂനപക്ഷത്തെ സൃഷ്ടിച്ച് അവരെ തെരുവിലിറക്കി ഒരു ഭരണ സംവിധാനം അട്ടിമറിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ് ഇദ്ദേഹം. 1800 കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവിടെ കടന്നു കയറിയിട്ടുള്ളത്. അപ്പം ആ മാറ്റണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അറിയാവുന്ന ജനങ്ങൾക്ക്, നിങ്ങളെല്ലാം ചോദിച്ചില്ല, മത സംവിധാനത്തിനകത്തൂടെ വന്നതാണ്, അയാൾ വേറെ രാജ്യത്തിൽ നിന്ന് വന്നതാണ്, ആ രാജ്യത്തെ പിടിച്ചടക്കിയതാണ്. നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബലമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ബലം കൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ കുടിയേറിയതിനു ശേഷം അവിടുത്തെ ആളായിട്ട് അവിടുത്തെ സംവിധാനത്തെ തകർക്കുന്നു. അതിനുവേണ്ടി ആ രാജ്യത്തിന്റെ എല്ലാ അല്ലെങ്കിൽ നിയമങ്ങളും അല്ലെങ്കിൽ ന്യായങ്ങളും ഒക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ജനകീയ കൂട്ടായ്മയുണ്ടാക്കി, പ്രക്ഷോഭമുണ്ടാക്കി, കലാപമുണ്ടാക്കി. ആ കലാപത്തിൽ കൂടി മാത്രം ആ രാജ്യത്ത് ഇത്തരത്തിലൊരു ആൾ
അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം യാതൊരു രീതിയിലുള്ള ജനാധിപത്യ സംവിധാനവും ഇല്ല. കേൾക്കുമ്പോൾ ഒരു പെഷസ്ക്യാൻ, ഒരു പ്രസിഡന്റിനെ ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കും. എങ്ങനെ ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കും? പ്രസിഡന്റ് ആയിട്ട് ആര് മത്സരിക്കണമെന്ന് ഈ പറയുന്ന ഖമേനി ഉൾപ്പെടെയുള്ള മതമേലധ്യക്ഷന്മാർ സ്വീകരിക്കണം. ഇഷ്ടമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം പോലെ മത്സരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല. അതായത് മത്സരിക്കുന്ന ആളിനെ പോലും തീരുമാനിച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യം, അതായത് ലോകത്ത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിൽ അല്ലാത്ത രാജ്യങ്ങളെ ലോകത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നും അല്ലെങ്കിൽ ലോക നിയമത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളിൽ നിന്നും ഒക്കെ ചർച്ചയിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ അതിനു വേണ്ടി പേരിന് വേണ്ടി എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരാളിൽ മാത്രമാണ്. അത് ജുഡീഷ്യറിയുടെ ആയാലും കൊള്ളാം, പട്ടാളത്തിന്റെ ആയാലും കൊള്ളാം, മറ്റെല്ലാ സംവിധാനത്തിന്റെ ആയാലും കൊള്ളാം, ഓരോന്നിന്റെയും തലപ്പത്ത് നിയമിക്കുന്ന ആൾക്കാരെ പോലും ഇദ്ദേഹം തീരുമാനിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിലേക്കുള്ള കാര്യം, അതായത് ഖമേനിയെ തിരയുന്നവർ, റഷ്യയിലേക്ക് പോയെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നവർ, ഖമേനി ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല, റഷ്യയിൽ ഉണ്ടോ എന്ന് കടന്നു നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും ഖമേനി ഇസ്രയേലിന്റെ റഡാറിലുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ശരിയാണെങ്കിൽ എന്റെ ആനുകൂല്യത്തിൽ ജീവിക്കുന്ന ഒരു നേതാവായിട്ട് ഖമേനി മാറിയിട്ടുണ്ട്. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ വീറ്റോ ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ വേണ്ട, ഖമേനിയെയും രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടെയുള്ളവരെ വധിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ട, അത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ആ തീരുമാനം മാറിയിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ഖമേനി യുഗം അവസാനിക്കുന്നു എന്നുള്ള പ്രസ്താവനയുമായിട്ട് അയാളുടെ പൂർവികൻ അട്ടിമറിച്ച രാജകുടുംബം അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് അമേരിക്കയിൽ നിന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇറങ്ങാൻ സമയമായി. ഒരു ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ മതമൗല്യവാദികളുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു കൊണ്ടുവന്ന ഭരണകൂടം തറയിൽ വീഴാൻ പോകുന്നു. നമ്മൾ ഇറങ്ങണം, ഇണീക്കണം, പൊരുതണം, തെരുവിൽ ഇറങ്ങണം, അതിന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വരുന്നു. ഏതായാലും ഖമേനി യുഗം അവസാനിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് ഇപ്പം ഉള്ള നീക്കങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വാചകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരു പുതിയൊരു നേതൃത്വം, ഒളിഞ്ഞൊരു നേതൃത്വം, അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്ത പഴയ രാജകുടുംബാംഗം വീണ്ടും നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് പോലെയുള്ള ഒരു സംസാരം, ഇതെല്ലാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ ഖമേനി യുഗം അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. ഖമേനി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്താണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും 1979 മുതൽ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ അന്ന് ആ കാലം മുതൽ കൈയടക്കി വച്ചിരിക്കുന്ന ഇറാന്റെ ചില സ്വാതന്ത്ര്യങ്ങളെ കെട്ടഴിച്ചു വിടാൻ ഇറാനിൽ നിന്നും പണ്ട് ഇവർ കാരണം പലായനം ചെയ്തു പോയ ഒരു രാജകുടുംബാംഗവും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആഹ്വാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമുണ്ട്. പക്ഷേ ഖമേനി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനയുമില്ല. അപ്പോഴും ട്രംപ് പറഞ്ഞൊരു കാര്യവും പ്രസക്തമാണ്. ഖമേനി ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, അവിടെ എത്തി ഖമേനിയെ ഇല്ലാതാക്കാനും ഞങ്ങൾക്കറിയാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഖമേനി ലോകത്ത് എവിടെയോ ഉണ്ട് എന്നുള്ളൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.